ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇല്ലസ്ട്രേഷൻസും പിന്നെ ബാക്കി IPCയുടെ കംപ്ലീറ്റ് സിലബസുമാണ് നമ്മൾ തീർക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ തെഫ്റ്റിൻ്റെ കുറച്ച് ഇല്ലസ്ട്രേഷനാണ് തീർക്കാൻ പോകുന്നത്. തെഫ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കണം? ഒരു ഡിസോണസ്റ്റ്ലി എന്ന് പറഞ്ഞൊരു ഇൻറ്റൻഷൻ വേണം. അതുപോലെ ഒരു മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കണം. ഒരാളുടെ പൊസഷനിൽ നിന്നും എടുക്കുന്നതായിരിക്കണം. അയാളുടെ കൺസെൻറ്റ് ഇല്ലാതെ, ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അയാളുടെ കൺസെൻറ്റ് ഇല്ലാതെ ആ പ്രോപ്പർട്ടി, ഒരു മൂവബിൾ പ്രോപ്പർട്ടി ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കുന്നതിനെയാണ് തെഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇല്ലസ്ട്രേഷൻ ഇല്ലസ്ട്രേഷൻ IPCയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇല്ലസ്ട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇല്ലസ്ട്രേഷനൂടെയാണ് നമ്മൾ നോക്കുന്നത്. ഇല്ലസ്ട്രേഷൻ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത്. എനിക്ക് ഇടയ്ക്ക് ഞാൻ കുറച്ച് തിരക്കായിപ്പോയി, പിന്നെ എനിക്ക് മൂഡ് ശരിയല്ലായിരുന്നു, വയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റാതിരുന്നത്. വെരി സോറി ഫോർ ദാറ്റ്. പക്ഷേ IPC നമ്മൾ എന്തായാലും തീർക്കും കേട്ടോ. IPCയും CRPC നമ്മൾ ഓൾറെഡി തീർത്തിട്ടുണ്ട്. IPC നമ്മൾ എന്തായാലും തീർക്കുന്നതായിരിക്കും. ഓക്കെ, IPCയിൽ തെഫ്റ്റിൻ്റെ ഇല്ലസ്ട്രേഷനാണ് ആദ്യം പറയുന്നത്. A cut down a tree on Z's ground. A എന്ന് പറയുന്ന വ്യക്തി Zന്റെ ഗ്രൗണ്ടിലുള്ള ഒരു ട്രീ കട്ട് ഡൗൺ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് ഡിസോണസ്റ്റ്ലി ടേക്കിംഗ് ദ ട്രീ ഔട്ട് ഓഫ് Z's പൊസഷൻ വിത്തൗട്ട് Z's കൺസെൻറ്റ്. Zന്റെ കൺസെൻറ്റ് ഇല്ലാതെ Zന്റെ പൊസഷനിൽ ഉണ്ടായിരുന്ന ട്രീനെ കട്ട് ചെയ്ത് മാറ്റി. എന്തിനാണ്? അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാനാണ്. അപ്പം ഇവിടെ ട്രീ എന്ന് പറയുന്നത് ആക്ച്വലി മരം എന്ന് പറയുന്നത് എന്താണ്? റൂട്ടഡ് ആണ് അല്ലേ? റൂട്ടഡ് ഇൻസൈഡ് എന്താ പറയുക, നമ്മൾ അങ്ങനെ ഒരു സാധനം പറയുമല്ലോ. അതായത് ഉദാഹരണത്തിന് ഒരു ട്രീ ആണ്. ഓക്കെ, ആ ട്രീ എന്ന് പറയുന്നത് ഈ മണ്ണിൽ ചേർന്നിരിക്കുന്ന സാധനമാണ്. ഓക്കെ, അത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ പീസായിട്ട് ലോഗാക്കി വെക്കാം അല്ലേ? അപ്പം ഈ സാധനം ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ട്രീ ഉണ്ടായിരുന്നു. ആ ട്രീനെ എന്ത് ചെയ്തു? കട്ട് ചെയ്തു. അപ്പം ആ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മൂവബിൾ പ്രോപ്പർട്ടി ആയി. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ തെഫ്റ്റ് ആണ് കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ലൈക്ക് ക്വസ്റ്റ്യൻസ് ഇത്ര എഴുതിക്കുവേ, അതായത് ഇതുവരെ എഴുതിയിരിക്കും. ഹി ഹാസ് കമ്മിറ്റഡ് ഡാഷ്, ഇത് തരും, എന്താണെന്ന് ചോദിക്കും. അപ്പം തെഫ്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് എഴുതണം. ഓക്കെ, അപ്പം ഇപ്പം നിങ്ങൾ തെഫ്റ്റ് മാത്രമേ അറിയാമെന്നുള്ളതുകൊണ്ട് തെഫ്റ്റ് മാത്രമേ എഴുതുള്ളൂ. പക്ഷേ എക്സ്റ്റോർഷനും ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റും ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടിയും ഒക്കെ വരുമ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ കൺഫ്യൂസ് ചെയ്യാതിരിക്കാനായിട്ടൊരു ടേബിൾ ഉണ്ടാകും. ഞാൻ ഗ്രൂപ്പിൽ അയച്ചേക്കാം, അല്ലെങ്കിൽ വേറൊരു ക്ലാസ്സിലെടുക്കാം. അപ്പം അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു മരം എന്ന് പറയുന്നത് മണ്ണിൽ ചേർന്ന് നിൽക്കുന്നതാണ്. അതെങ്ങനെ മൂവബിൾ പ്രോപ്പർട്ടി ആണെന്ന് വെച്ചാൽ അതിനെ എപ്പോഴാണോ കട്ട് ചെയ്യുന്നത് അപ്പോൾ തൊട്ടത് എന്താവുന്നു? മൂവബിൾ പ്രോപ്പർട്ടി ആവുന്നു. അപ്പോൾ അങ്ങനെ തെഫ്റ്റ് ആയിട്ട് മാറുന്നു. അടുത്തത്, A puts a bait for dog in his pocket. അതായത് A എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ബെയ്റ്റ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, ക്ലിക്ക് ബെയ്റ്റ് എന്ന് കേട്ടില്ലേ? ആ ബെയ്റ്റ് ആണ് കേട്ടോ. അതായത് ചൂണ്ടയിടും എന്ന് പറയില്ലേ? ഇപ്പം ക്ലിക്ക് ബെയ്റ്റ് ഉദ്ദേശിക്കുന്നത് അയാൾ ഇങ്ങനെ പറഞ്ഞത് എന്തിന്, മനസ്സിലായേ? നരേന്ദ്രമോദി പിണറായി വിജയൻ ഇങ്ങനെ പറഞ്ഞു, അത് എന്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ക്ലിക്ക് ബെയ്റ്റ് ഇടും. അതായത് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യണം എന്ന് വിചാരിച്ച് ചൂണ്ടയിടുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ക്ലിക്ക് ബൈറ്റ്സ് കൊണ്ടാണ് പല വീഡിയോസ് എന്ത് ചെയ്യുന്നത് കയറിപ്പോകുന്നത്. നിങ്ങൾ ഉദാഹരണത്തിന് നോക്കുവാണെങ്കിൽ, നിങ്ങൾ പരീക്ഷ എഴുതി കാണും. ഓക്കെ, നിങ്ങളൊരു PSC എക്സാംസ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഉടനെ ഇവരങ്ങ് ഇടും, ഇതാണ് ആൻസർ കീ എവിടെന്ന്, ക്വസ്റ്റ്യൻ പേപ്പർ എവിടെന്ന്, ആൻസർ എവിടെന്ന്, ക്വസ്റ്റ്യൻസ് എവിടെന്ന് ഉണ്ടാക്കുന്നു PSC എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ എന്ത് ചെയ്യും? നിങ്ങളെ സമയം കളയാനായിട്ടൊരു വീഡിയോ ഇടും. എന്നിട്ട് ആ വീഡിയോയിൽ ഫുൾ ഇവരെ പരസ്യമായിരിക്കും, ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വരുന്നു എന്നും പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം ബെയ്റ്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, കെണി അല്ലെങ്കിൽ വീഴ്ത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബെയ്റ്റ് ഒരു ഡോഗിന് കൊടുക്കാനായിട്ട് ഇയാളെ പോക്കറ്റ് ഇട്ടു. അങ്ങനെ ഇസഡിൻ്റെ ഡോഗ് അത് ഫോളോ ചെയ്തു. അപ്പം ഇസഡിൻ്റെ ഡോഗ് ഫോളോ ചെയ്ത് ഉദ്ദേശിക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? മോഷ്ടിച്ചതായി. അപ്പോൾ ഇവിടെ എയുടെ ഇൻറ്റൻഷൻ അങ്ങനെ ഒരു പട്ടീനെ ഇസഡിൻ്റെ പൊസിഷനിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ അതെന്തായി മാറുന്നു? തെഫ്റ്റ് ആയിട്ട് മാറുന്നു. വിത്തൗട്ട് ഇസഡ്സ് കൺസെൻറ്റ്, ഇസഡിൻ്റെ കൺസെൻറ്റ് ഇല്ലാണ്ട്. ഓക്കെ, അതാണ് തെഫ്റ്റ്. ഓക്കെ, അടുത്തത് A എന്ന് പറയുന്നത് ഒരു ബുള്ളോക്ക് ക്യാരിയിങ് എ ബോക്സ് ഓഫ് ട്രഷർ. നമ്മൾ പണ്ടൊക്കെ നാടോടി കഥകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെ. അപ്പോൾ ഒരു ബുള്ളോക്കിൽ, അതായത് ഒരു കാളവണ്ടിയിൽ നിറച്ച് ട്രഷറായിട്ട് ഒരു പോവായിരുന്നു. അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുള്ളോക്കിനെ ഒരു സെർട്ടൈൻ ഡിറക്ഷനിലേക്ക് തിരിച്ചു വിട്ടു. അങ്ങനെയാണെങ്കിൽ ഈ ട്രഷർ എടുക്കാം. ഓക്കെ, അതായത് നേരെ വഴി പോയാൽ എത്തും,
വളഞ്ഞ വഴി പോയിട്ട് ഈ ട്രഷർ നൈസായിട്ട് മുക്കാൻ വേണ്ടി ശ്രമിച്ചു. അതും തെഫ്റ്റാണ്. ഓക്കെ. എ ബീങ് ഇസഡ് സെർവൻറ്റ്, എ എന്ന് പറഞ്ഞാൽ ഇസഡിൻ്റെ സെർവൻ്റ് ആണ്. ഇസഡിൻ്റെ പ്ലേറ്റ് കൊടുത്തിട്ട് പോയി, ഒരു ഗോൾഡ് പ്ലേറ്റ്, ഇസഡിൻ്റെ ഗോൾഡ് പ്ലേറ്റ് എനെ ഏൽപ്പിച്ചു. എ എന്ന് പറയുന്നത് ഇസഡിൻ്റെ സെർവൻ്റ് ആണ്. എന്നിട്ട് എ എന്ത് ചെയ്തു? ആ പ്ലേറ്റുമായിട്ട് റൺ അവേ ചെയ്തു. ആ പ്ലേറ്റ് എന്ത് ചെയ്തു? ആ പ്ലേറ്റും കൊണ്ട് ഓടിപ്പോയി. ശ്രദ്ധിച്ചോളണം, പ്ലേറ്റും കൊണ്ട് ഓടിപ്പോയി. ഇസഡിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ ഓടിപ്പോയി. അപ്പോൾ അതെന്തായി? തെഫ്റ്റായിട്ട് മാറി. ഇനി ഇതേപോലത്തെ വേറൊരു സാധനമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം, കൺഫ്യൂഷൻ ആവും. ഡി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നിങ്ങൾ തെറ്റിക്കും. മനസ്സിലായില്ലേ? എന്ത് പറഞ്ഞാലും നിങ്ങൾ തെറ്റിക്കും. അടുത്തത്, ഇസഡ് ഈസ് ഗോയിങ് ഓൺ എ ജേർണി, എൻട്രസ്റ്റ് ഹിസ് പ്ലേറ്റ് ടു എ, കീപ്പർ ഓഫ് ദി വെയർ ഹൗസ്, ടിൽ ഇസഡ് ഷാൾ റിട്ടേൺ. ഇസഡ് ഒരു ജേർണിയിലേക്ക് പോവാണ്. അപ്പം ആ ഒരു വഴിക്ക് ഇന്തോനേഷ്യയിൽ പോവാണെന്ന് വയ്ക്കുക ഇസഡ്. ഓക്കെ. അപ്പം അയാളുടെ പ്ലേറ്റ് എനെ ഏൽപ്പിച്ചു. എ എന്ന് പറയുന്നത് ആ വെയർ ഹൗസിലെ കീപ്പറാണ്. ഓക്കെ. അപ്പം ഞാൻ വരുന്നവരെ നീ നിന്റെ കൈ വെച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ഗോൾഡ് പ്ലേറ്റ് കൊടുത്തിട്ടാണ് ഇസഡ് പോയത്. എ എന്ത് ചെയ്തു? അത് ഗോൾഡ് സ്മിത്തിനെ കൊണ്ട് കൊടുത്തിട്ട് അതിനെ പൈസയാക്കി. ആ പൈസ എന്ത് ചെയ്തു? അയാൾ ഉപയോഗിച്ചു. ഓക്കെ. അപ്പം ആ പ്ലേറ്റ് എന്ത് ചെയ്തു? അയാൾ ഗോൾഡ് സ്മിത്തിൻ്റെ അവിടെ കൊണ്ടുപോയി എന്ത് ചെയ്തു? വിറ്റു. അപ്പം ഇവിടെ ഇസഡിൻ്റെ പൊസഷനിലായിരുന്നില്ല പ്ലേറ്റ്. മനസ്സിലായില്ലേ? അതായത് ഏനെ ഏൽപ്പിച്ച പ്ലേറ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഏനെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്? ഒരു ട്രസ്റ്റ് വരുന്നുണ്ട്, അല്ലേ? എന്ത് വരുന്നുണ്ട്? ട്രസ്റ്റ് വരുന്നുണ്ട്. അവിടെ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ് വരുന്നത്. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾ ഇപ്പം സീത ആൻഡ് രാമ എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടുപേരും. ഓക്കെ. അപ്പം രാമൻ പോയപ്പോൾ സീതൻ്റെ കൈക്ക് ഒരു മോതിരം കൊടുത്തിട്ട് പോയി, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് കൊടുത്തിട്ട് പോയി, നീ വെച്ചിരിക്കും, ഞാൻ അവിടെ കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാമൻ പോയ തക്കം നോക്കിയിട്ട് സീത കൊണ്ടുപോയി മോതിരം കൊണ്ടുപോയി പണയമല്ല വെച്ച് ഗോൾഡ് സ്മിത്തിൻ്റെ കൊടുത്തിട്ട് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും, അത് സീതയുടെ പൊസിഷനിൽ ഇരുന്ന സാധനമല്ലേ, അപ്പോൾ സീതയ്ക്ക് വിറ്റുകൂടെ എന്ന് ചോദിക്കാം. മനസ്സിലായില്ലേ? അപ്പം ഇത് എന്തായാലും ഇസഡിൻ്റെ പൊസിഷനിൽ നിന്ന് എടുത്തതല്ല. അപ്പം അത് എന്താവില്ല? തെഫ്റ്റ് ആവില്ല. പക്ഷെ അത് എന്താവും? ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആവും. മനസ്സിലായില്ലേ? ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആവും. നമ്മൾ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഇനി പഠിക്കും. അപ്പോൾ അത് കുറച്ചുകൂടി മനസ്സിലാവും. ഇനി എ എന്ന് പറയുന്നത് സീത എന്ന് വെച്ചോ. സീത രാമൻ്റെ റിങ് ടേബിളിൽ കണ്ടു. ഓക്കെ. എന്നിട്ട് ഇവിടെ റിങ് ഇസഡിൻ്റെ പൊസിഷനാണ്. അപ്പോൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സീത എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ തെഫ്റ്റ് ആവും. അതായത് എപ്പോഴാണോ ഓണർ പൊസിഷനിൽ ഇരുന്ന് എടുത്തു കഴിഞ്ഞാൽ അത് തെഫ്റ്റ് ആവും. പൊസിഷനിലല്ലാതെ ഒരാളുടെ ഏൽപ്പിച്ചതാണെങ്കിൽ അത് വിറ്റ് കഴിഞ്ഞാൽ അത് ബ്രീച്ച് ഓഫ് ട്രസ്റ്റോ അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേഷൻ ആവാം. ഇനി വേറെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. അതാണ് എപ്പോഴും എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നത്. ഓക്കെ. അതായത് നിങ്ങൾ വഴി കൂടെ പോയ സമയത്ത് ഒരു സ്വർണ്ണമാല കളഞ്ഞു കിട്ടി. ഓക്കെ. നിങ്ങൾ അത് എടുത്തു കഴിഞ്ഞാൽ തെഫ്റ്റ് അല്ല. പക്ഷേ നിങ്ങൾ ആരാണെന്നോ അറിയാതെ ആരുടെ ആണെന്ന് അന്വേഷിക്കാതെ എന്ത് ചെയ്യുകയാണ്? നിങ്ങളത് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താവും? ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി ആവും. ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കൺവേർഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? ഒരു കൺവേർഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. നോക്കിക്കോളൂ. അപ്പം ഇവിടെ നിങ്ങൾ നടന്നു പോയ വഴിയിൽ ഒരു മാല കണ്ടു, അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ നടന്നുപോയി, അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തെഫ്റ്റ് അല്ല. പക്ഷേ നിങ്ങളത് എടുത്ത് നിങ്ങളുടെ യൂസിന് വേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ആവാം. അടുത്തത്, നിങ്ങളൊരു റിങ്, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ റിങ് ഫ്രണ്ട് ഇരിക്കുന്ന ടേബിളിൽ കിടക്കുന്ന കണ്ടു. ഓക്കെ. ആ റിങ്ങിനെ നിങ്ങൾ അപ്പം എടുത്തില്ല, പക്ഷെ അതിനെ ഒന്ന് മാറ്റി വെച്ചു. ഈവൻ വന്ന് അന്വേഷിക്കുമ്പോൾ കാണരുതെന്ന് വെച്ച് നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ അവിടെ തെഫ്റ്റ് ആവും. ആദ്യം നിങ്ങൾ മാറ്റി വെക്കുന്ന സമയം അതെന്താവും? തെഫ്റ്റ് ആവും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഒരു ജ്വല്ലറിൻ്റെ കയ്യിൽ അയാളുടെ വാച്ച് കൊണ്ട് കൊടുത്തു. ഉദാഹരണം, നിങ്ങളൊരു വാച്ച് നിങ്ങൾ ശരിയാക്കാനായിട്ട് ഒരു ജ്വല്ലറിൻ്റെ കയ്യിൽ കൊടുത്തു. അയാളാണ് അയാളുടെ ഷോപ്പിലേക്ക് കൊണ്ടുപോയി, എന്നിട്ട് അയാളത് ശരിയാക്കി. ഓക്കെ. അപ്പം ശരിയാക്കിയെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ശരിയാക്കിയില്ല, റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വാച്ച് ഇയാളെ കൊടുത്തത്. അയാളത് ഷോപ്പിൽ കൊണ്ടുപോയി. അത് ഒരു
കടവും നിങ്ങൾ ആ കടയിൽ പറ്റൊന്നുമില്ല നിങ്ങൾ ആ കടയായിട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരെ കയറി ഷോപ്പിൽ കയറി അയാളുടെ അടുത്ത് ചോദിക്കാതെയും പറയാതെയും വാച്ച് എടുത്തുകൊണ്ട് പോവുകയാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇവിടെ നിങ്ങൾ ക്രിമിനൽ ട്രസ്പാസ് നടത്തിയിട്ടുണ്ടെങ്കിലും അസാൾട്ട് നടത്തിയാലും തെഫ്റ്റ് നടത്തിയിട്ടില്ല. കാരണം നിങ്ങളുടെ സാധനമാണ് നിങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത്. മനസ്സിലായില്ല? അതുപോലെ അവർ ഡിസോണസ്റ്റ് ഇൻറ്റൻഷനും ഇല്ല. ഡിസോണസ്റ്റ് ഇൻറ്റൻഷൻ ഉണ്ടാകാൻ പാടില്ല. എന്താണ്, നിങ്ങളുടെ സാധനം തന്നെ ആയിരിക്കും നിങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ തെഫ്റ്റ് ഇല്ല. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് വാച്ച് ചെയ്ത് വേണം ചോദിക്കാം. ഇനി നിങ്ങളുടെ ഒരു റാഡോ വാച്ച് കൊണ്ട് റിപ്പയർ ചെയ്യാൻ കൊടുത്തു. ഓക്കെ, പണ്ടത്തെ റാഡോ വാച്ചിൻ്റെ പൈസ നിങ്ങൾ കൊടുത്തില്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇയാൾ പറയാണ്, നീ ഒരു കാര്യം ചെയ്ത് നീ പഴയ പൈസ കൊണ്ട് കൊണ്ടുപോയി ഇതിൻ്റെ കയ്യിൽ ഇരിക്കട്ടെ, പൈസ കൊണ്ടുവന്നിട്ട് നിനക്ക് ഈ സാധനം തരാമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്? നൈസായിട്ട് വേറെ ആൾക്കാർ വരുന്ന സമയം നോക്കി ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണെങ്കിൽ അവിടെ എന്ത് വരുന്നു? തെഫ്റ്റ് വരുന്നുണ്ട്. മനസ്സിലായില്ല? അതായത് നിങ്ങൾ അവിടെ ബാക്കി വെച്ചിട്ട് ബാക്കി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണോ നിങ്ങളുടെ വാച്ച് എടുത്തുകൊണ്ട് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. ഇനി നിങ്ങളൊരു വാച്ച് ഒരാൾക്ക് പണയം വെച്ചു. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അയാളുടെ കയ്യിൽ നിന്ന് എടുത്തു, അയാളുടെ കൺസെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതും തെഫ്റ്റ് ആണ്. ഓക്കെ, തെഫ്റ്റ് തന്നെ ആണ്. അടുത്ത ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഇസഡിൻ്റെ ആർട്ടിക്കിൾ, ഇസഡിൻ്റെ ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ വേണ്ട, നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ആർട്ടിക്കിൾ, എന്തെങ്കിലും ഒരു സാധനം, ഒരു കലമോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം നിങ്ങൾ അയാളുടെ കൺസെൻറ്റ് ഇല്ലാതെ എടുത്തു. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഡയമണ്ട് റിംഗ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളിത് ഇവൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞാണ്, നീ ഒരു കാര്യം ചെയ്യണം, നീ ഇത് കണ്ടെത്തുന്നവർക്ക് ഇത്ര രൂപ പൈസ കൊടുക്കണം അല്ലെങ്കിൽ റിവാർഡ് കിട്ടും എന്ന് പറഞ്ഞൊരു പോസ്റ്ററൊക്കെ അടിക്കാൻ പറയും. എന്നിട്ട് ഇവനെ കൊണ്ട് പോസ്റ്റർ അടിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ കൊണ്ട് കൊടുത്താൽ ഇതാ വെച്ചോടാ, ഞാൻ അവിടെ കളഞ്ഞു കിട്ടി, നീ എനിക്ക് എന്തായാലും റിവാർഡ് തന്നേ പറ്റൂ. അപ്പം നിങ്ങൾ എന്തിനാണ് ഈ മോതിരം അടിച്ചു മാറ്റിയത്? റിവാർഡിന് വേണ്ടി. ഓക്കെ, തിരിച്ച് ഈ സാധനം കൊടുക്കാൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ഡിസോണസ്റ്റ് ഇൻറ്റൻഷൻ ഉണ്ട്, അതുകൊണ്ട് അവിടെ തെഫ്റ്റ് വരുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. 1 മൂവബിൾ പ്രോപ്പർട്ടി, 2 ഡിസോണസ്റ്റ് ഇൻറ്റൻഷൻ, 3 വിതൗട്ട് ഹിസ് കൺസെൻറ്റ് ഇല്ലാതെ എടുക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ ഫ്രണ്ട് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പം നിങ്ങൾ എല്ലാ ദിവസവും ലൈബ്രറിയിലൊക്കെ പോകും. അല്ല, നിങ്ങൾ അവൻ്റെ ലൈബ്രറിയിൽ പോകും. അവൻ്റെ ലൈബ്രറിയിൽ പോയിട്ട് അവനില്ലാത്ത ദിവസം നോക്കി നിങ്ങളൊരു ബുക്ക് എടുത്തു. അപ്പം ഇസഡ് അവിടെ നിന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസഡ് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയണ, ഞാൻ ഈ ബുക്ക് എടുക്കുകയാണെന്ന്. നീ എന്താ ചെയ്യുന്നത്? അവനൊന്നും പറഞ്ഞില്ല, അവൻ സംസാരിക്കുന്നില്ല, അവൻ ബുക്കിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പം ജസ്റ്റ് വായിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ബുക്ക് എടുത്തുകൊണ്ട് പോകുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റിട്ടേൺ ചെയ്യാനുള്ള എല്ലാ ഇൻറ്റൻഷനും ഉണ്ട്. അപ്പോൾ എ എന്ന് പറയുന്നത് ഇംപ്ലൈഡ് കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ടാവാം. നിങ്ങളുടെ ഫ്രണ്ട് നീ വായിച്ചോ എന്ന് പറഞ്ഞ കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും. അത് എക്സ്പ്രസ് അല്ലെങ്കിൽ പോലും അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുത്തുകൊണ്ട് പോയത് എങ്കിൽ ആ ബുക്ക് നിങ്ങൾ വായിക്കാനായിട്ട് കൊണ്ടുപോയി തിരിച്ച് കൊണ്ടുവരും എന്നുള്ള എല്ലാ ഇൻറ്റൻഷനും ഉണ്ട്. അവൻ നിങ്ങൾ സമ്മതിച്ചതുമാണ് എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ ആ ബുക്ക് എടുത്തുകൊണ്ട് പോയതെങ്കിൽ അതെന്തല്ല? തെഫ്റ്റ് അല്ല. നിങ്ങൾ പ്രധാനമായിട്ട് ഇത് പഠിക്കേണ്ടത് തെഫ്റ്റ് അല്ലാത്ത കാര്യങ്ങളാണ്. എപ്പോഴും ഇല്ലസ്ട്രേഷനിൽ തെഫ്റ്റ് അല്ലാത്ത കാര്യങ്ങളെ ചോദിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? അടുത്തത് എ ആസ് ചാരിറ്റി ഫ്രം ഇസഡ്സ് വൈഫ്. ഇസഡിൻ്റെ വൈഫിൽ നിന്നും ചാരിറ്റി ചോദിച്ചു. അപ്പോൾ അയാളുടെ ഹസ്ബൻഡിൻ്റെ സാധനങ്ങളും കുറേയൊക്കെ എടുത്ത് കൊടുത്തു. ഓക്കെ, ഇവിടെയും തെഫ്റ്റ് അല്ല. മനസ്സിലായില്ലേ? അതേസമയം വേറൊരു സംഭവം വരും. ഓക്കെ, എ എന്ന് പറയുന്നത് ഇസഡിൻ്റെ പരാമറാണ്. ഓക്കെ, പരാമർ ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് എന്ന് പറയില്ല, അതുപോലത്തെ. അപ്പം ആ പരാമറാണ് എ. ഓക്കെ, ഇസഡിൻ്റെ വൈഫിൻ്റെ പരാമറാണ് എ. അപ്പം ഇസഡിൻ്റെ കുറച്ച് സാധനങ്ങൾ, ഒരു വാച്ചോ എന്തെങ്കിലും പ്രൈസ്ഡ് പൊസഷൻ എന്തെങ്കിലും ഉണ്ടാവും. അപ്പം അത് ഇസഡിൻ്റെ ഓതറൈസേഷൻ ഇല്ലാതെ എക്ക് കൊടുത്തു. അപ്പം അവിടെ എന്ത് പറ്റുന്നു? തെഫ്റ്റ് ആവും. മനസ്സിലായില്ലേ? സ്വന്തം ഭർത്താവിൻ്റെ സാധനമാണെങ്കിൽ പോലും അത് ഇൻറ്റൻഷൻ എന്തിനാണ്? ഡിസോണസ്റ്റ് ഇൻറ്റൻഷനാണ്, വിത്തൗട്ട് ദ ഇൻറ്റൻഷൻ ഓഫ് റിട്ടേണിങ് ഇറ്റ് എന്നുള്ള രീതിക്ക് വരുമ്പോൾ അത് തെഫ്റ്റിൽ വരും. അതേപോലെ എ ഗുഡ് ഫെയ്ത്തിൽ, അതായത് നിങ്ങളുടെ പേനയെന്ന് പറയും നിങ്ങളുടെ ഫ്രണ്ടിന് വേറൊരാളുടെ പേന എടുത്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇൻറ്റൻഷനേ ഇല്ല. അപ്പം അവിടെ എന്ത് വരുന്നില്ല? തെഫ്റ്റ് വരില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം,
തെഫ്റ്റ് വരാത്ത കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അതാണ് ഇതിൽ ഓർത്ത് വെക്കേണ്ട കാര്യം. ഇനി നമ്മൾ ഇതിൽ 2 ഇല്ലസ്ട്രേഷനും കൂടെ ഉണ്ട് തെഫ്റ്റിൻ്റെ തന്നെ, അതും കൂടെ നോക്കാം. എ കമ്മിറ്റ്സ് തെഫ്റ്റ് ഓൺ എ പ്രോപ്പർട്ടി ഇൻ ഇസഡ്സ് പൊസഷൻ. ഇസഡിൻ്റെ പൊസഷനിലുള്ള പ്രോപ്പർട്ടിയിൽ തെഫ്റ്റ് നടത്തി. അങ്ങനെ തെഫ്റ്റ് നടത്തുന്ന സമയത്ത് അയാൾക്ക് കയ്യിൽ ഒരു ലോഡഡ് പിസ്റ്റൾ ഉണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ മുന്നിൻ്റെ അടിയിൽ ഒരു പിസ്റ്റൾ വെച്ചുകൊണ്ടാണ് നിങ്ങൾ തെഫ്റ്റ് നടത്തിയത്. അതായത് ഇൻ കേസ് ഇസഡ് ഹർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് റെസിസ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒഫൻസ്, അതായത് തെഫ്റ്റ് ആഫ്റ്റർ പ്രിപ്പറേഷൻ മെയ്ഡ് ഫോർ കോസിങ് ഡെത്ത്, ഹർട്ട്, റിസ്ട്രെയിൻറ്റ് ഇൻ ഓർഡർ ടു കമ്മിറ്റിംഗ് ഓഫ് ദ തെഫ്റ്റ്. അപ്പോൾ അതിന് പണിഷ്മെൻറ്റ് വ്യത്യാസമുണ്ട്. അത് 10 years റിഗറസ് ഇംപ്രിസൺമെൻറ്റ് വരും. എന്ത് സംഭവിക്കുകയാണെങ്കിൽ, ഹർട്ട് സംഭവിക്കുകയാണ് അല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാ പ്രിപ്പറേഷനും എടുത്തു. ആരെങ്കിലും നിങ്ങളെ കൊല്ലാൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ശല്യം ചെയ്യാൻ വരികയാണെങ്കിൽ ഒരു ഗൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ 382 എന്ന് പറഞ്ഞ സെക്ഷനിൽ വരും. ഓക്കെ, 382 വരുന്ന വേറൊരു ഇല്ലസ്ട്രേഷനും ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. എ പിക്സ് ഇസഡ്സ് പോക്കറ്റ് ഹാവിംഗ് പോസ്റ്റഡ് സെവറൽ ഓഫ് ഹിസ് കമ്പാനിയൻസ് നിയർ ഹിം. ഓക്കെ, near him in order that they may restrain Z. അതായത് എ ഇസഡിൻ്റെ പോക്കറ്റ് പിക്ക് ചെയ്തു, പോക്കറ്റ് അടിച്ചു. ഓക്കെ, എന്നിട്ട് ഈ ഇസഡിൻ്റെ ചുറ്റും കുറേ ആൾക്കാരെ നിർത്തി. അതായത് ഇവൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇവനെ റെസ്ട്രെയിൻ ചെയ്യണമെന്ന്. അതും എന്താണ് ഈ സംഭവത്തിൽ വരും. 382 തെഫ്റ്റ് അനുസരിച്ചിട്ട് വരും. എക്സ്റ്റോർഷനും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എക്സ്റ്റോർഷനും റോബറിയും തമ്മിൽ എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവമാണ് തെഫ്റ്റും എക്സ്റ്റോർഷനും. ഓക്കെ, അപ്പോൾ ഈ തെഫ്റ്റും എക്സ്റ്റോർഷനും റോബറിയാണ് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത്. അപ്പം ഇതിൽ എക്സ്റ്റോർഷനിലെ ഇല്ലസ്ട്രേഷനും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എക്സ്റ്റോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരാളെ ഫിയറിനേക്ക് നിർത്തുകയാണ്. എന്തിൻ്റെ ഫിയറാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് ഇഞ്ചുറി കിട്ടുമോ അല്ലെങ്കിൽ വേറൊരാൾക്ക് ഇഞ്ചുറി കിട്ടുമോ എന്നുള്ള ഒരു അയാളെ ഒരു ഫിയറിലേക്ക് നിർത്തുക എന്നുള്ളതാണ് എക്സ്റ്റോർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഫിയർ എന്തിനായിരിക്കും? ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ വാല്യുബിൾ സെക്യൂരിറ്റി അല്ലെങ്കിൽ വാല്യുബിൾ സെക്യൂരിറ്റി ആക്കി കൺവേർട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്ന സാധനത്തിനെ ബേസ് ചെയ്ത് വരുന്നതാണ് എക്സ്റ്റോർഷൻ. ഇനി നിങ്ങളെ ഒരു ഗുണ്ട വന്നിട്ട് പറയാണ്, നിന്നെപ്പറ്റി ഇല്ലാത്തത് ഞാൻ എഴുതി ചേർക്കും, പൈസ വന്നില്ലെങ്കിൽ നിന്നെപ്പറ്റി ഇല്ലാത്തത് എഴുതി ചേർക്കും എന്ന് പറയാണ്. അവിടെ ഡിഫമേറ്ററി ലൈബൽ കൺസേണിങ് ഇസഡിനെ ബേസ് ചെയ്തിട്ട് കൊടുക്കും. നിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ടൊരു ഡിഫമേഷൻ കൊടുക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് എഴുതി ചേർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്റ്റോർഷനിൽ വരും. പൈസ ചോദിക്കുന്നുണ്ട് അല്ലേ, അപ്പോൾ അത് എക്സ്റ്റോർഷനിൽ വരും. ഇനി എ ത്രെട്ടൻസ് ദാറ്റ് ഇസഡിനെ ത്രെട്ടൻ ചെയ്യുകയാണ് ദാറ്റ് ഇസഡിൻ്റെ ചൈൽഡിനെ റോങ്ഫുൾ കൺഫൈൻമെൻറ്റിൽ വെക്കും, അല്ലെങ്കിൽ ഒരു പ്രോമിസറി നോട്ട് സൈൻ ചെയ്ത് തന്നാൽ തിരിച്ചുവിടാം, കൊച്ചിനെ തിരിച്ചുവിടാം എന്ന് പറയാണ്. അത് എക്സ്റ്റോർഷനാണ്. വാല്യുബിൾ സെക്യൂരിറ്റി എന്നുള്ളിൽ എന്ത് വരും? പ്രോമിസറി നോട്ടും വരും. അതായത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയിട്ട് പറയാം, തട്ടിക്കൊണ്ടുപോയില്ല, നിങ്ങളെ കൊച്ചിനെ എന്താണ് റോങ്ഫുൾ കൺഫൈൻമെൻറ്റിൽ വെക്കും. റോങ്ഫുൾ കൺഫൈൻമെന്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കംസ്ക്രൈബിങ് ലിമിറ്റ്സിലേക്ക് നിങ്ങളുടെ കുട്ടീനെ എന്ത് ചെയ്യുന്നു, നിർത്തും എന്നാണ് പറയുന്നത്. ആ ഒരു ലിമിറ്റിലേക്ക് കുട്ടീനെ നിർത്തും. അല്ലെങ്കിൽ ഞാൻ പറയുന്ന കണക്ക് പൈസ തരണം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കണക്ക് ചെയ്യണം എന്ന് പറയുന്നതാണ് എക്സ്റ്റോർഷൻ. നമ്മൾ വാശി പിടിക്കില്ലേ, കൊച്ചിലൊക്കെ വാശി പിടിക്കുന്ന സംഭവം സെയിം സാധനം തന്നെയാണ്. വലിയവർ ചെയ്യുമ്പോൾ അത് എക്സ്റ്റോർഷൻ ആവുന്നു, കുട്ടികൾ ചെയ്യുമ്പോൾ അത് വാശിയാവുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഇങ്ങനത്തെ വാങ്ങിച്ചെന്നില്ലെങ്കിൽ ഞാൻ ഇപ്പം കരയെന്ന് പറയുന്ന കണക്കാണ്. എനിക്കിത് ചെയ്തു തന്നില്ലെങ്കിൽ ഞാനിത് എന്ത് ചെയ്യും, പൈസ തരണം അല്ലെങ്കിൽ അങ്ങനെ. അടുത്തത് എ എന്ന് പറയുന്ന ആള് കുറച്ച് ക്ലബ് മെൻ എന്ന് വെച്ചാൽ ഗുണ്ടകളെ, ഓക്കെ, ഗുണ്ടകളെ ഒരു ഇസഡിൻ്റെ ഫീൽഡിലേക്ക് പ്ലോഫ് അപ്പ് ചെയ്യാനായിട്ട് വിടും എന്ന് പറയുന്നു. പ്ലോഫ് അപ്പ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, കുളം തോണ്ടും എന്നൊക്കെ പറയില്ലേ, ആ സാധനം കുളം തോണ്ടാനായിട്ട് വിടും എന്ന് പറയുന്നു.
അല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം, ഇത് സൈൻ ചെയ്ത് എനിക്ക് ഈ സാധനം ബോണ്ട് തരണം, ഓക്കെ, എനിക്ക് എല്ലാ വർഷവും ഇത്ര സാധനം തരും, എനിക്കൊരു ബോണ്ട് എഴുതി തരണം എന്ന് പറയുന്നു. അങ്ങനെ ഒരാളെ ഭീഷണിപ്പെടുത്തുവാണെങ്കിൽ അതും എക്സ്റ്റോർഷൻ ആണ്. ഓക്കെ, എക്സ്റ്റോർഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റോർഷൻ്റെ എല്ലാ ഇല്ലസ്ട്രേഷനും എക്സ്റ്റോർഷൻ തന്നെയാണ്. എന്ന് പറയുന്നത് ഇസഡിനെ ഗ്രീവിയസ് ഹേർട്ടിലോ അല്ലെങ്കിൽ അയാളെ സൈന് അല്ലെങ്കിൽ സീല് ഒരു ബ്ലാങ്ക് പേപ്പറിലേക്ക് എഴുതി വാങ്ങാനായിട്ട് ഇസഡിനെ ഒരു ഫിയറിലേക്ക് പുട്ടപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് as the papers or sign may be converted to valuable securityയിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഒരു ബ്ലാങ്ക് പേപ്പറിൽ നിങ്ങളെ കൊണ്ട് സൈൻ ചെയ്ത് സീൽ ചെയ്ത് വാങ്ങിക്കുകയാണ്, നിങ്ങളെ ഭീഷണിപ്പെടുത്തി, അതും എക്സ്റ്റോർഷൻ തന്നെയാണ്. അപ്പോൾ ഇത് ഇത്രയും എക്സ്റ്റോർഷൻ ആണ്. എക്സ്റ്റോർഷൻ്റെ എല്ലാ ഇല്ലസ്ട്രേഷനും എക്സ്റ്റോർഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ വെറീഡ് ആവേണ്ട, എക്സ്റ്റോർഷൻ്റെ വന്നു കഴിഞ്ഞാൽ എക്സ്റ്റോർഷൻ എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റണം, അത്രയേ ഉള്ളൂ. അടുത്തത് റോബറി. റോബറിയിൽ എ ഹോൾസ് ഇസഡ് ഡൗൺ ആൻഡ് ഫ്രോഡുലൻ്റ്ലി ടേക്ക് ഇസഡ്സ് മണി ആൻഡ് ജുവൽസ് ഫ്രം ഇസഡ്സ് ക്ലോത്ത്സ് വിത്തൗട്ട് ഇസഡ്സ് കൺസെൻറ്റ്. അതായത് ഒരാൾ കമിഴ്ത്തി കിടത്തി അയാളുടെ പൈസയൊക്കെ അടിച്ചു മാറ്റി, അയാളുടെ പൈസയും ആഭരണങ്ങളൊക്കെ അടിച്ചു മാറ്റുന്നു അയാളുടെ സമ്മതമില്ലാതെ. തെഫ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ തെഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്കൊരു റോങ്ഫുൾ റെസ്ട്രെയിൻ ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് റോബറായി മാറും. നമ്മൾ പറഞ്ഞാൽ റോങ്ഫുൾ റെസ്ട്രെയിൻ, ഇൻസ്റ്റന്റ് ഹർട്ട്, ഇൻസ്റ്റന്റ് ഡെത്ത്, ഇൻസ്റ്റന്റ് റോങ്ഫുൾ റെസ്ട്രെയിൻ ഉണ്ടാവുന്നു എന്നൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അത് റോബറി ആയി. അപ്പോൾ ഇതിൽ എല്ലാത്തിലും ഒന്നിൽ റോങ്ഫുൾ റെസ്ട്രെയിൻ കാണും, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഹർട്ട് കാണും, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഡെത്ത് കാണും. ഇത് വന്നു കഴിഞ്ഞാൽ അത് റോബറിയാണ്. എ ഇസഡിനെ ഒരു ഹൈ റോഡിൽ കാണുന്നു, ഒരു പിസ്റ്റൾ കാണിക്കുന്നു, എന്നിട്ട് പേഴ്സ് ചോദിക്കുന്നു. അതായത് അറിയാമല്ലോ, മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ നിങ്ങൾ ആ പേഴ്സ് കൊടുക്കുന്നു. ആ സമയത്ത് എന്ത് ചെയ്യാണ്, ഫിയർ ഓഫ് ഇൻസ്റ്റന്റ് ഹേർട്ടാണ്, അപ്പോൾ അത് റോബറി. ഇതെങ്ങനെ കണ്ടെത്താമെന്നാണ് ഞാൻ ഈ പറയുന്നത്. ഇതിലും ഫിയർ ഓഫ് ഇൻസ്റ്റന്റ് ഹേർട്ടാണ്. അത് എ ഇസഡിൻ്റെ ചൈൽഡിനെ ഹൈ റോഡിൽ കാണുന്നു, കൊച്ചിനെ എടുത്തിട്ട് നീ മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ കൊച്ചിനെ ഇപ്പോൾ വെടിവെച്ച് കൊല്ലും എന്ന് പറയും. അപ്പോൾ അവിടെ റോബറിയാണ്. അടുത്തത് A obtains property from Z by saying your child is in hands of my gang and will put to death unless you send 10,000 rupees. 10,000 രൂപ കൊടുക്കാതെ നിങ്ങളുടെ കൊച്ചിനെ തെറി വിടൂല എന്ന് പറയും. അത് എക്സ്റ്റോർഷൻ ആണ്, പക്ഷേ റോബറി അല്ല. ബിക്കോസ് ഇവിടെ ഇൻസ്റ്റന്റ് ഡെത്ത് അല്ലെങ്കിൽ ആ കൊച്ചിനെ ഇൻസ്റ്റന്റ് ആയിട്ട് കൊല്ലും എന്ന് പറയുന്നില്ലല്ലോ. അത് ഇൻസ്റ്റന്റ് ഡെത്ത് ഇല്ല. ഇൻസ്റ്റന്റ് ഡെത്ത് എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തടത്തോളം അത് റോബറി ആവില്ല, പക്ഷെ അത് എക്സ്റ്റോർഷൻ ആണ്. അതായത് എൻ്റെ കയ്യിലാണ് കുട്ടിയിരിക്കുന്നത്, എൻ്റെ ഗ്യാങ്ങിൻ്റെ കയ്യിലാണ് കുട്ടിയിരിക്കുന്നത്, നിങ്ങൾ പൈസ കൊടുത്തു വന്നില്ലെങ്കിൽ ഞാൻ കുട്ടിയെ കൊല്ലും എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഈ ഇൻസ്റ്റന്റ് ഡെത്ത് ഓഫ് എ ചൈൽഡ് വരാത്തിടത്തോളം അത് എന്താവില്ല, റോബറി ആവില്ല, എക്സ്റ്റോർഷൻ ആവുള്ളൂ. അത് ശ്രദ്ധിച്ചോളണം. അത് കുട്ടി കയ്യിലുണ്ട്, ഞാൻ കുട്ടിയെ കൊല്ലും, നിങ്ങൾ പൈസ അയച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇൻസ്റ്റന്റ് ഡെത്ത് വരുന്നില്ല. പക്ഷെ കുട്ടീനെ സ്വന്തം ഫ്രണ്ട് വെച്ച് നമ്മൾ സ്വന്തം ഫ്രണ്ട് വെച്ചിട്ട് കുട്ടീനെ കൊല്ലും പൈസ തരാൻ പറഞ്ഞാൽ അപ്പോൾ അതെന്താവും, റോബറി ആവുന്നു. ഡെക്കോയിറ്റി എന്ന് 391 ഞാൻ പറഞ്ഞിട്ടുണ്ട്, റോബറി തന്നെയാണ്. റോബറി 5 or more persons ചെയ്യുന്നതാണ് ഡെക്കോയിറ്റി. ഇതിൽ വലിയ വിഷയങ്ങളൊന്നുമില്ല. റോബറി അറിയാമെങ്കിൽ ഡെക്കോയിറ്റി വളരെ ഈസി. ഇനി ഡിസോണസ്റ്റ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി, ഞാൻ CMP എന്നാണ് ഇതിനെ പഠിച്ചു വെച്ചിരിക്കുന്നത്. 403 ആണ് ഇത് ഡീൽ ചെയ്യുന്നത്. ആരെങ്കിലും അവയാളുടെ ഒരു മൂവബിൾ പ്രോപ്പർട്ടി ഡിസോണസ്റ്റ്ലി മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുകയോ കൺവേർട്ട് ചെയ്യുകയോ ഫോർ ഹിസ് ഓൺ യൂസ്, ഒരു മൂവബിൾ പ്രോപ്പർട്ടി സ്വന്തം യൂസിന് വേണ്ടി മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുകയോ കൺവേർട്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് ഡിസോണസ്റ്റ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. അതായത് പ്ലേറ്റ് കൊടുത്തിട്ട് പോകുന്നു, ഗോൾഡ് സ്മിത്തിൻ്റെ കയ്യിൽ കൊടുത്ത് കൺവേർട്ട് ചെയ്ത് നമ്മുടെ സ്വന്തം യൂസിന് വേണ്ടി മാറ്റുകയാണെങ്കിൽ ദാറ്റ് ബിക്കംസ് ഡിസോണസ്റ്റ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി. ഇതിൽ എ ടേക്സ് പ്രോപ്പർട്ടി ബിലോങ്ങിങ് ടു ഇസഡ്സ് പൊസഷൻ, സീസ് പൊസഷനിൽ നിന്ന് ഇതിൻ്റെ പ്രോപ്പർട്ടി എ എടുക്കുകയാണ്. അതായത് ആ സമയത്ത് ബിലീവ് ചെയ്യുകയാണ് അയാളുടെ സ്വന്തം പ്രോപ്പർട്ടിയാണെന്ന്. അങ്ങനെയാണെങ്കിൽ തെഫ്റ്റ് അല്ല. പക്ഷേ ഇത് എൻ്റെ സാധനമല്ല എൻ്റെ കയ്യിൽ കിട്ടിയെന്ന് അറിഞ്ഞിട്ട് പിന്നെ അതിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും, ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി ആവും. അതായത് നിങ്ങൾ നിങ്ങളുടെ സാധനമാണെന്ന് വിചാരിച്ച് വേറൊരാൾ സാധനം എടുത്തുകൊണ്ട് പോയി, അപ്പോൾ അത് തെഫ്റ്റ് അല്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സാധനമല്ലെന്ന് മനസ്സിലാക്കിയിട്ടും നിങ്ങൾ അത് വേറെ സാധനത്തിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താവും, കൺവേർഷൻ അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഡിസോണസ്റ്റ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി 403 പ്രകാരം കുറ്റകരമാണ്. എ ബീയിങ് ഓൺ ഫ്രണ്ട്ലി ടേംസ് വിത്ത് ഇസഡിൻ്റെ ലൈബ്രറി പോയിട്ട് ഇസഡ് ഇല്ലാത്ത തക്കം നോക്കിയിട്ട് ഒരു ബുക്ക് എടുത്തിട്ട്
ഇസഡിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ ബുക്ക് എടുക്കുന്നു. പക്ഷേ ഇസഡ് അപ്പം മനസ്സിലാക്കുകയാണ് അവൻ സമ്മതിച്ചിട്ടുണ്ട് അങ്ങനെ ബുക്ക് എടുക്കാനെന്നാണെങ്കിൽ അവിടെ തെഫ്റ്റ് ഇല്ല. പക്ഷേ ആ ബുക്ക് എടുത്തുകൊണ്ട് ഇവൻ വിറ്റ് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നു? കൺവേർഷൻ നടക്കുന്നു, അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേഷൻ നടക്കുന്നു. അപ്പോൾ അത് ഡിസോണസ്റ്റ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി. എയും ബിയും ഒരു ഹൗസിൻ്റെ ജോയിൻറ്റ് ഓണേഴ്സ് ആണ്. എന്നിട്ട് ഹോഴ്സിൻ്റെ ഒരു ജോയിൻറ്റ് ഓണറാണ്. എ ബിയുടെ പൊസിഷനിൽ നിന്നും ഹോഴ്സ് എടുത്തുകൊണ്ട് പോയി. എന്തിനാണ്? യൂസ് ചെയ്യാൻ വേണ്ടി. ഹിയർ അസ് എ ഹാസ് റൈറ്റ് ടു യൂസ് ദ ഹോഴ്സ്, ഇവിടെ ഡിസോണസ്റ്റ് അപ്രോപ്രിയേഷൻ ഇല്ല. പക്ഷേ എ ബിയുടെ കൺസെൻറ്റ് ഇല്ലാതെ മൊത്തം ഹോഴ്സിനെ സെല്ല് ചെയ്തിട്ട് അതിൻ്റെ മൊത്തം പ്രൊസീഡും സ്വന്തം യൂസിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്? ഡിസോണസ്റ്റ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി. ഇതിൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർഷൻ ഓർ ഡിസോണസ്റ്റ്ലി മിസ്അപ്രോപ്രിയേഷൻ, സ്വന്തം യൂസിന് വേണ്ടി ഒരു മൂവബിൾ പ്രോപ്പർട്ടി, അതാണ് ഡിസോണസ്റ്റ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി. അതിൻ്റെ പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 2 years ആണ്. ഓക്കെ. ഇനി എ എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് പ്രോമിസറി നോട്ട് ഇസഡിനെ ബിലോങ് ചെയ്യുന്ന ഒരു പ്രോമിസറി നോട്ട് എ കണ്ടെത്തി. അതിലൊരു ബ്ലാങ്ക് എൻഡോഴ്സ്മെൻ്റ് ഉണ്ട്. പക്ഷേ എക്ക് അറിയാം ഇത് ഇസഡിൻ്റെതാണെന്ന്. ഓക്കെ. അപ്പം എക്ക് അറിയാം ഇസഡിൻ്റെതാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? എ നേരെ കൊണ്ടുപോയി ലോൺ വയ്ക്കുന്നു, പ്ലെഡ്ജ് ചെയ്യുന്നു. ഓക്കെ. പിന്നീട് അത് ഇസഡിന് കൊടുക്കാം എന്ന് പറഞ്ഞ് തന്നെയാണ് അയാൾ ഇൻറ്റൻഷൻ ഉള്ളത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും എ ഹാസ് കമ്മിറ്റഡ് ആൻ ഒഫൻസ് അണ്ടർ ദിസ് സെക്ഷൻ, അതായത് ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി. ഓക്കെ. A person who finds property not in the possession of any other person and takes such property for the purpose of protecting it or for restoring it to the owner does not take or misappropriate dishonestly is not guilty of offense. അതായത് ഇപ്പോൾ ഈ സ്ഥലത്ത് ഇയാൾ വെച്ച് റിസ്റ്റോർ ചെയ്യാമെന്ന് പറഞ്ഞാൽ പ്ലെഡ്ജ് ഒന്നും ചെയ്തില്ല, കൈ വെച്ചിട്ട് എസഡിനെ കാണുമ്പോൾ തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ മിസ്അപ്രോപ്രിയേഷൻ അല്ല. പക്ഷെ അത് അയാളുടെ യൂസിന് വേണ്ടി ഉപയോഗിച്ചോ എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ കൈ പോകുന്ന വഴിക്ക് ഒരു സാധനം കളഞ്ഞു കിട്ടി, ഒരു മാല അല്ലെങ്കിൽ ടോർച്ച് അല്ലെങ്കിൽ എന്തൊരു സാധനം. അപ്പോൾ ഈ മാല കളഞ്ഞു കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നോർമലായിട്ടും അതിൻ്റെ ഓണറിനെ തപ്പിയെടുത്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു യു ഹാവ് എ റൈറ്റ്, യു ഹാവ് എ ഡ്യൂട്ടി ഫോർ ദാറ്റ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കുറേ തപ്പി പക്ഷേ ആളിനെ കിട്ടിയില്ല എന്നാണെങ്കിൽ റീസണബിൾ ടൈമിന് ശേഷം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഏതാണ് റീസണബിൾ മീൻസ് അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത്? അത് ക്വസ്റ്റ്യൻ ഓഫ് ഫാക്റ്റ് ആണ്. ഓക്കെ. Okay. A finds a rupee on high road, not knowing whom the rupee belongs. A picks up the rupee. A has not committed offense. ഒരു റുപ്പി എന്ന് പറഞ്ഞൊരു കോയിൻ ആണ് കിട്ടിയെങ്കിൽ ഇറ്റ്സ് നോട്ട് എൻ ഓഫൻസ്. അതുപോലെ ലെറ്റർ ഓൺ എ റോഡ്, ബാങ്ക് നോട്ട്, അതിൽ ലെറ്ററിലെ ഹെഡിങ്സ് ഡിറക്ഷനൊക്കെ വെച്ചിട്ട് കണ്ടെത്താൻ പറ്റുവാണെങ്കിൽ പറ്റും. ഓക്കെ. പക്ഷെ എന്നിട്ടും അയാൾ കണ്ടെത്താൻ ശ്രമിക്കാതെ അയാൾ അത് സ്വന്തം യൂസിന് വേണ്ടി അപ്രോപ്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി. ഓക്കെ. എ ചെക്ക് പേയബിൾ ടു ബിയറർ ആയിട്ടുള്ള ഒരു ചെക്ക് കണ്ടെത്തി. ആരാണ് ഈ പേഴ്സൺ എന്ന് കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ നെയിം ഓഫ് ദി പേഴ്സൺ ഹു ഹാസ് ഡ്രോൺ ദി ചെക്ക് ഉണ്ട്. അപ്പം ഹി നോസ് ദാറ്റ് ദിസ് പേഴ്സൺ ക്യാൻ ഡയറക്റ്റ് ഹിം ടു ദ പേഴ്സൺ ഇൻ ഹൂസ് ഫേവർ ദ ചെക്ക് വാസ് ഡ്രോൺ. ആർക്കാണ് ഈ ചെക്ക് കൊടുക്കേണ്ടതെന്ന് അയാൾ ചോദിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അയാൾ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ സ്വന്തം യൂസിന് വേണ്ടി കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതും ഈ ഒഫൻസ് ചെയ്തു. എ സീസ് ഇസഡ് ഡ്രോപ്പ് ഹിസ് പേഴ്സ് വിത്ത് മണി ഇൻ ഇറ്റ്. എ പിക്സ് അപ്പ് ദി പേഴ്സ് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് റിസ്റ്റോറിംഗ് ടു ഇസഡ് ബട്ട് ആഫ്റ്റർവേർഡ്സ് അപ്രോപ്രിയേറ്റ്സ് ഇറ്റ്. അതായത് ഇവിടെ എല്ലാം ഇത് തന്നെയാണ്. സ്വന്തം യൂസിന് വേണ്ടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സ്വന്തം യൂസിന് വേണ്ടി മിസ്അപ്രോപ്രിയേറ്റോ കൺവേർട്ടോ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ബിക്കംസ് അണ്ടർ ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി. എ ഒരു വാല്യബിൾ റിംഗ് കണ്ടെത്തി, അത് ആർക്കാണെന്ന് അറിയില്ല, ഉടനെ തന്നെ അയാൾ സെല്ല് ചെയ്തു. അപ്പോൾ എന്ത് പറ്റുന്നു? ഒഫൻസ് ആവും. ഓക്കെ. ഇത്രയും നമുക്ക് നോക്കാം. അപ്പോൾ ഇത്ര ഇല്ലസ്ട്രേഷൻ നിങ്ങൾ വായിച്ചിട്ട് വാ. അടുത്താണ് ബാക്കിയുള്ള ഇല്ലസ്ട്രേഷനുകൾ നമുക്ക് തീർക്കാം. ഇതിൽ വളരെ പാടായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. ഞാൻ ഏതെങ്കിലും ടോപ്പിക്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ പറയുമ്പോൾ ഞാൻ എടുക്കാം. പക്ഷേ ഇത് അത്ര പാടല്ല. പക്ഷേ ഈ ഇല്ലസ്ട്രേഷൻസ് കൃത്യമായിട്ട് വായിച്ചിട്ട് പോകും എല്ലാ സെക്ഷൻ്റെയും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗ്രാസ്പ് കിട്ടുകയുള്ളൂ. ഞാൻ ഒരുപാട് വഴി ഇത് റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഒന്നും നടന്നില്ല. സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ഞാൻ ലാസ്റ്റ് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും കമൻസോ ക്ലാരിഫിക്കേഷൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.